ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കടലക്കറിയാണ്. കടല പല രീതിയിൽ എല്ലാവരും വെക്കാറുണ്ട്. പച്ചയ്ക്ക് തേങ്ങ അരച്ച്, തേങ്ങ വറുത്തരച്ച്, എല്ലാ പൊടികളും തേങ്ങയും വറുത്തരച്ച്, അങ്ങനെ പല രീതിയിൽ കടലക്കറി വെക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തേങ്ങ മാത്രം വറുത്തിട്ട് കടലക്കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ വറുത്തത്, ഒരു സവാള ചെറുതായി നുറുക്കിയത്, ആവശ്യത്തിന് ഉപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇത് നമുക്ക് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കടല ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച ഇതാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്കൊരു പാത്രത്തിൽ, നമുക്ക് എന്ത് പാത്രത്തിലാണോ, ചീനിച്ചട്ടിയിൽ എന്തിലാണോ നമ്മളിത് പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അടുപ്പത്ത് വെച്ച് തീ വെച്ചതിന് ശേഷം അതിനകത്ത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് ഒരു 2 മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റുക. വഴറ്റി വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വച്ചിരിക്കുന്ന കടല അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് മറ്റ് കറി പൗഡറുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം എല്ലാം നന്നായി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കടലയിൽ കുറച്ച് വെള്ളം അതിനകത്ത് ആവശ്യത്തിനുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് മിക്സായി യോജിച്ച് വരാൻ വേണ്ടി അല്പം വെള്ളം കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് പാകമാകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. ഇവിടെ 2-3 കറിവേപ്പില ഇട്ട് തേങ്ങ മാത്രം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. അരപ്പിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കടല വേറൊരു ചെറിയ ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ സ്വാദ് വളരെ നല്ലതാണ് കടലക്കറിക്ക്. അപ്പോൾ തേങ്ങ, കടല ഒപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. ഒരുപാട് വെണ്ണ പോലെ അരയേണ്ടതില്ല, ചെറിയൊരു തരിതരിപ്പ് നല്ലതാണ്. കടല എല്ലാം പാകമായി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതങ്ങനെ നന്നായി അതിൻ്റെ വെള്ളമൊക്കെ പാകമായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിന് നമുക്ക് എങ്ങനെയാണോ കട്ടി, നല്ല ലൂസിൽ, കൂടുതൽ ചാറ് ഉപയോഗിക്കുന്നവർ, കടലയുടെ കറി കൂടുതലെടുത്ത് കടല കുറച്ച് ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. കൂടുതൽ കടല യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടി വയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ലോണം വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിച്ച് അത് എടുക്കാവുന്നതാണ്. അതല്ല കുറച്ച് പെരണ്ട പരുവത്തിലാണെങ്കിൽ നമ്മൾ അരപ്പ് ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ ആദ്യം കടല ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാ ചേരുവകളും വരുമ്പോൾ ഉപ്പിൻ്റെ അംശം കുറച്ച് കുറഞ്ഞു എന്ന് കണ്ടാൽ നമുക്കൊരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം നല്ലവണ്ണം യോജിച്ച് അതിന് നമുക്ക് അരപ്പ് പാകമായി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. അരപ്പിട്ട് എല്ലാം ഒന്ന് പാകമായി വന്നതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 1/4 സ്പൂൺ ഗരം മസാല നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. അത് അരപ്പൊക്കെ ഒന്ന് പാകമായി കഴിയുമ്പോൾ ഇട്ട് ഒന്ന് തിളച്ച് അത് അതിൻ്റെ മണം അധികം പോകാതെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഗരം മസാലയുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. കറിവേപ്പിലയുടെ ഫ്ലേവർ വളരെ നല്ലൊരു മണം, നല്ലൊരു സ്വാദ് കിട്ടുന്ന സാധനമാണ്. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി, തേങ്ങ വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. മറ്റൊരു ദിവസം വേറൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.